ഹലോ, ഇന്നത്തെ വീഡിയോയിൽ ഈ ടെൻഡറുകളൊക്കെ എടുത്ത് ചെയ്യുന്ന ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. ഗവൺമെൻറ് ടെൻഡറുകളൊക്കെ ഈ ടെൻഡർ വെബ്സൈറ്റിൽ കയറിയിട്ട് ഡിജിറ്റൽ സിഗ്നേച്ചറൊക്കെ വെച്ച് ചെയ്യുന്ന ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത്. LSGD, PWD, ഡിസ്ട്രിക്ട് പഞ്ചായത്ത് വർക്ക്, ഇതൊക്കെ ഇലക്ട്രിക്കലും സിവിൽ കോൺട്രാക്ടേഴ്സൊക്കെ ഈ ടെൻഡർ വഴി ഗവൺമെൻറ് വർക്ക് എടുത്ത് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് ഒരു ഉപകാരപ്പെടുന്ന ഒരു ലോഗിൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിന് ഒരു പരിഹാരം, ചെറിയൊരു കാര്യമാണ്. ഇത് അറിയുന്നവർക്ക് വളരെ സിമ്പിളാണ്, അറിയാത്തവർക്ക് അത് ലോഗിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എനിക്കറിയുന്ന കാര്യമാണ്, ആദ്യം എനിക്കും അറിയുന്നുണ്ടായിരുന്നില്ല. സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഇതുപോലെ ഈ ടെൻഡറിൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് യൂസർ ഐഡിയും പാസ്വേഡും വെച്ചിട്ട് ലോഗിൻ ചെയ്യും. ഇവിടെ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന യൂസർ ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുത്ത്, അതുപോലെ പാസ്വേഡും ടൈപ്പ് ചെയ്ത് കൊടുത്ത്, അതുപോലെ അതിൽ ക്യാപ്ചയും ടൈപ്പ് ചെയ്ത് കൊടുത്ത് ലോഗിൻ ചെയ്യും. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ വരുന്ന അടുത്ത പേജിൽ നമ്മൾ ഡിജിറ്റൽ സിഗ്നേച്ചർ എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയും ഒരു ലോഗിൻ ഓപ്ഷൻ നമ്മൾക്ക് വരേണ്ടതാണ്. നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ടെൻഡറിൻ്റെ ഈ വെബ്സൈറ്റ് മൈക്രോസോഫ്റ്റ് എഡ്ജിൽ മാത്രമാണ് വർക്കാവുകയുള്ളൂ. ക്രോമിൽ നമ്മളിത് ഓപ്പൺ ആക്കിയാൽ നമുക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ ഈ ടെൻഡറുകൾ ചെയ്യുന്നത് മൈക്രോസോഫ്റ്റിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഇതുപോലെ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഈ സ്ക്രീനിൽ കാണുന്ന ഭാഗത്തായിട്ട് ലോഗിൻ ചെയ്യാനുള്ള ലോഗിൻ എന്നുള്ളൊരു ഓപ്ഷൻ വരേണ്ടതാണ്. ഇവിടെ വന്നിട്ടില്ല. ഇങ്ങനെ വരാതെ ഇരിക്കുന്ന സമയത്ത് എന്താണ് ചെയ്യേണ്ടത് എന്ന് മാത്രമാണ് ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നത്. ഇവിടെ ഇങ്ങനെ ലോഗിൻ കാണുന്നില്ലെങ്കിൽ എങ്ങനെ നമ്മൾക്ക് അവിടെ ലോഗിൻ വരുത്താം എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. ഇങ്ങനെ ആ ഭാഗത്ത് ലോഗിൻ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സെറ്റിങ്സിൻ്റെ ഒരു ടാബ് ഓപ്പൺ ആയിട്ട് വരും. ഇതിൽ ഡിഫോൾട്ട് ബ്രൗസർ സെലക്ട് ചെയ്തിട്ട് നോക്കുമ്പോൾ ഇവിടെ ഒരു ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണും. നമുക്ക് വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഫസ്റ്റുള്ള ടാബിൽ നമ്മൾ ഈ ടെൻഡർ ഓപ്പൺ ചെയ്യുന്നതിനുള്ള ഈ ടെൻഡറിൻ്റെ അഡ്രസ്സുള്ള ടാബ് അതങ്ങനെ കോപ്പി ചെയ്തിട്ട് ഈ ഡിഫോൾട്ട് ബ്രൗസറിൽ കൊണ്ട് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് അത് ആഡ് ചെയ്യുക. നമ്മൾ ആ ടാബിൽ അങ്ങനെ കോപ്പി ചെയ്ത് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്ത് അത് ആഡ് കൊടുക്കുക. അപ്പോൾ ഇതിൽ ആഡ് ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഈ ഒരു ടാബ് ഒന്ന് ക്ലോസ് ചെയ്തിട്ട്, ജസ്റ്റ് ഈ ടാബ് ക്ലോസ് ചെയ്യാൻ വേറെ റീസ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ടാബ് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് പുതിയൊരു ടാബിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഈ ടെൻഡറിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ആക്കി യൂസർ ഐഡിയും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുമ്പോൾ ലോഗിൻ്റെ ഓപ്ഷൻ വരുന്നത് കാണാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക്, ഇതറിയാത്തവർക്ക് ചെയ്യാനുള്ള എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള കാര്യമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് സിമ്പിൾ ഒരു നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. ഇത് അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ്, അറിയുന്നവർക്കല്ല. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അറിയാത്തവർക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അത് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല. നമ്മൾക്കവിടെ ലോഗിൻ ഓപ്ഷൻ വന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളത് ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ അങ്ങനെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് സെറ്റിങ്സിൽ പോയിട്ട് ഡിഫോൾട്ട് ബ്രൗസറിൽ കയറിയിട്ട് നമ്മളെ ഈ ടെൻഡറിൻ്റെ സൈറ്റ് ആഡ് ചെയ്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് പുതിയതായിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലോഗിൻ ഓപ്ഷൻ അവിടെ വരുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.